സോ ഇന്ന് 4-ാം തീയതിയാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് കുറച്ച് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് പുൾ ബാക്ക് നടത്തി താഴോട്ട് വന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു ഗ്രീൻ ലൈൻ ഡ്രോ ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് എനിക്ക് ഇവിടെ ഒരു കോൾ ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് അതേ റേഞ്ചിൽ നിന്ന് തന്നെ മാർക്കറ്റ് അതേ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് മേലോട്ട് പോയിട്ടുമുണ്ട്. സോ മാർക്കറ്റ് മേലോട്ട് പോയി. അത്യാവശ്യം എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ച് അത് നല്ലൊരു ട്രേഡ് ആയിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഞാൻ ഇവിടെ ഒരു റെഡ് ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ആ റെഡ് ലൈൻ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. അതിൻ്റെ വരച്ചിൻ്റെ റേസ് ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് ഇതിൻ്റെ തൊട്ടും ഇതും ഒരു ലിക്വിഡിറ്റി ലെവലാണ്. മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി. സോ ഇവിടെ എല്ലാവരും ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാവരും ഇവിടുന്ന് പുട്ട് ബൈ ചെയ്തിട്ടുണ്ടാകും. സോ അതുകൊണ്ടാണ് മാർക്കറ്റ്